നമസ്കാരം. ഇന്നത്തെ കോഴിക്കോടൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്വർണ്ണക്കടത്തിൽ പോലും ബന്ധമുണ്ടെന്ന വിവരം ഞെട്ടലോടെയാണ് കേരളീയ സമൂഹം കേട്ടുകൊണ്ടിരിക്കുന്നത്. അധോലോക നായകനെ പോലും വെല്ലുന്ന കൊടും കുറ്റവാളിയാണ് അജിത് കുമാർ എന്ന ആരോപണം ഭരണകക്ഷി MLA അടിസ്ഥാനരഹിതമായി ഉന്നയിക്കുമെന്ന് വിശ്വസിക്കാനാവില്ല. MR അജിത് കുമാർ ഔദ്യോഗിക ഡ്യൂട്ടിക്കിടെ നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് PV അൻവർ MLA നടത്തിയ വെളിപ്പെടുത്തലുകൾ അതീവ ഗൗരവകരമാണെന്നും അദ്ദേഹത്തെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി സമഗ്ര അന്വേഷണം നടത്തണമെന്നും പൊതുവികാരം ഉടലെടുത്തിട്ടുണ്ട്. എണ്ണ വിപണന കമ്പനികൾ വില വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില ഞായറാഴ്ച മുതൽ വർദ്ധിപ്പിച്ചു. ഡൽഹിയിൽ 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ നിരക്ക് സെപ്റ്റംബർ 1 മുതൽ 39 രൂപ വർദ്ധിപ്പിച്ചതോടെ ചില്ലറ വിൽപ്പന വില 1691.50 രൂപയായി. പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു. ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി പ്രകടിപ്പിച്ച് BJP പാർട്ടി. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ച് സാംബ ജില്ലാ പ്രസിഡന്റ് അടക്കം 2 നേതാക്കൾ. ജില്ലാ അധ്യക്ഷൻ കശ്മീർ സിംഗ്, യുവമോർച്ച ജമ്മു ജില്ലാ അധ്യക്ഷൻ കണവ് ശർമ്മ എന്നിവരാണ് പാർട്ടി വിട്ടത്. വയനാട്ടിലെ ടൂറിസം മേഖല പുനരുജ്ജീവിപ്പിക്കുവാൻ ആഹ്വാനവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലും കുറിപ്പിലുമാണ് അദ്ദേഹം വയനാടിന്റെ ടൂറിസം മേഖലയ്ക്കായി സംസാരിക്കുന്നത്. മഴ മാറിക്കഴിഞ്ഞാൽ വയനാട്ടിലെ വിനോദസഞ്ചാരം പുനരുജ്ജീവിപ്പിക്കാനും വിനോദസഞ്ചാരികളെ വയനാട്ടിലേക്ക് എത്താൻ പ്രേരിപ്പിക്കാനും കൂട്ടായ ശ്രമം നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറയുന്നത്. തെക്കു പടിഞ്ഞാറൻ ഡൽഹിയിൽ 5 വയസ്സുകാരിയെ 14കാരൻ ബലാത്സംഗം ചെയ്തു. വ്യാഴാഴ്ചയായിരുന്നു സംഭവം. കൂലിപ്പണിക്കാരായ ദമ്പതികളുടെ മകളാണ് അതിക്രമത്തിനിരയായത്. രക്ഷിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് കുട്ടി വീട്ടിൽ തനിച്ചായിരുന്നു. ഇവർ തിരിച്ചെത്തിയപ്പോഴാണ് വിവരം അറിയുന്നത്. തുടർന്ന് കബശേര പോലീസ് എത്തി കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കി. പെൺകുട്ടിയുടെ സഹോദരന്റെ സുഹൃത്തു കൂടിയായ 14കാരനെ അറസ്റ്റ് ചെയ്ത് ഒബ്സർവേഷൻ ഹോമിലേക്ക് അയച്ചു. ഹൈദരാബാദിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് പോവുകയായിരുന്ന ട്രക്കിൽ നിന്ന് 12 കോടി രൂപയുടെ 1600 ഐഫോണുകൾ മോഷണം പോയതായി പരാതി. മധ്യപ്രദേശിലെ സാഗർ ജില്ലയിൽ വെച്ചാണ് കവർച്ച നടന്നത്. പ്രതികളിൽ ഒരു സെക്യൂരിറ്റി ഗാർഡും ഉണ്ടെന്നും ഇവരെ പിടികൂടാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. ഹമാസ് ബന്ദികളാക്കിയ 6 പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന. റഫയിലെ അണ്ടർഗ്രൗണ്ട് തുരങ്കത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. 2-3 ദിവസം മുമ്പ് തന്നെ ഇവർ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് സേനയുടെ വിലയിരുത്തൽ. കൊല്ലപ്പെട്ടവരിൽ 2 സ്ത്രീകളുമുണ്ട്. 6 പേരിൽ ഒരാൾ ഹർഷ് ഗോൾഡ്ബർഗ് പോളിൻ എന്ന അമേരിക്കൻ പൗരനാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥിരീകരിച്ചു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഹോട്ടലിന് 70,000 രൂപ പിഴ ചുമത്തി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. എലത്തൂർ പല്ലാത്ത് എരവന്നൂർ റോഡിൽ പ്രവർത്തിച്ച ന്യൂ പാരീസ് ഹോട്ടലിനെതിരെയാണ് നടപടി. പാക്ക് ചെയ്ത് വിതരണം നടത്തിക്കൊണ്ടിരുന്ന പാക്കറ്റിൽ പാക്കിംഗ് സമയമോ 2 മണിക്കൂറിനകം ഉപയോഗിക്കണമെന്ന നിർദ്ദേശമോ പതിച്ചിരുന്നില്ല. അതിന് 5,000 രൂപ അധിക പിഴയും ചുമത്തി. എലത്തൂർ സർക്കിൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ റിസ്ന AC-യുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കി വരുന്ന ധനസഹായ പദ്ധതിയായ സാന്ത്വനയുടെ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി താലൂക്ക് അദാലത്ത് സെപ്റ്റംബർ 20-ന് താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 3 വരെ നടക്കുന്ന അദാലത്തിൽ മുൻകൂട്ടി അപേക്ഷിക്കുന്നവർക്ക് മാത്രമായിരിക്കും പ്രവേശനം. വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുൻഗണനാ പട്ടികയുണ്ടാക്കി വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് നിയമസഭ പരിസ്ഥിതി സമിതി ചെയർമാൻ
EK വിജയൻ MLA പറഞ്ഞു. നിയമസഭ പരിസ്ഥിതി സമിതിയുടെ നേതൃത്വത്തിൽ വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം നാദാപുരം റെസ്റ്റ് ഹൗസിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു MLA. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന സീതാറാം യെച്ചൂരിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. കഴിഞ്ഞ 11 ദിവസമായി യെച്ചൂരി ചികിത്സയിലാണ്. ഡോക്ടർമാരുടെ പ്രത്യേക സംഘമാണ് യെച്ചൂരിയെ ചികിത്സിക്കുന്നത്. ശ്വാസകോശത്തിലെ അണുബാധയ്ക്കാണ് ചികിത്സയെന്നും വാർത്താക്കുറിപ്പിലുണ്ട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ആദിവാസികൾക്ക് രാഹുൽ ഗാന്ധിയുടെ ഓണക്കിറ്റ് വിതരണം ചെയ്തു. ഇത്തവണയും രാഹുൽ ഗാന്ധി സ്വന്തം ചെലവിലാണ് കിറ്റ് വിതരണം. വണ്ടൂരിൽ 750 കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്യുന്നത്. നിയോജക മണ്ഡലങ്ങളിലെ വിതരണ ചുമതല UDF കമ്മിറ്റികളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.